കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ത്രികോണ പോരാട്ടങ്ങൾ വളരെ കടുകട്ടിയായിട്ട് നടക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ വലിയ തോതിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും പല രീതിയിലുള്ള അട്ടിമറികൾ, അതോടൊപ്പം തന്നെ ടൈറ്റ് ഫൈറ്റായിട്ട് പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറി നിൽക്കുന്ന പല മണ്ഡലങ്ങളും കേരളത്തിൽ നിലവിലുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കെ തന്നെ ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, കണക്കുകളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ നിരവധി അട്ടിമറികൾ നടക്കാനായിട്ടുള്ള മണ്ഡലങ്ങൾ നിലവിൽ കേരളത്തിലുണ്ട് എന്നുള്ളതും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളൊരു കാര്യം ആലപ്പുഴയിൽ കായംകുളം, ഇടതുപക്ഷ കോട്ട എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇടതുപക്ഷത്തിന് അടിപതർന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ കാണപ്പെടുന്നതെന്ന് പറയുന്നത്. അതിൽ തന്നെ ഇടതുപക്ഷ വോട്ടുകൾ വലിയ തോതിൽ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അത് BJPയിലേക്ക് പോകുന്നുണ്ട്, UDFയിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. അത് 2026 എന്ത് തരം അട്ടിമറി അവിടെ ഉണ്ടാക്കും, ഇടതുപക്ഷ കോട്ട തകരുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ BJP നേട്ടമുണ്ടാക്കുമോ, UDF നേട്ടമുണ്ടാക്കുമോ, LDF ആ ഒരു തരംഗം തുടരാനായിട്ട് സാധിക്കുമോ എന്നുള്ള ചോദ്യം. കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം കായംകുളത്ത് നിലവിൽ LDF ആണ്. LDF MLA ആണ് അവിടെ ഉള്ളതെന്ന് പറയുന്നത്, ഇടതുപക്ഷ MLA ആണ് അവിടെ ഉള്ളതെന്ന് പറയുന്നത്. ആ ഇടതുപക്ഷ MLAക്ക് അടിപതറമോ എന്നുള്ള ചോദ്യം നമുക്ക് കണക്കുകൾ നോക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന അനുസരിച്ച് നമുക്ക് കണക്കുകൾ വളരെ വ്യക്തമായിട്ട് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ കായംകുളം ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത്, അതോടൊപ്പം തന്നെ മുൻകാല ചരിത്രം എന്താണ് കായംകുളം എന്നുള്ളത് നോക്കേണ്ടത് അനിവാര്യമാണ്. 2011 കണക്ക് വെച്ച് തന്നെ നമുക്ക് നോക്കാം. 2011 ഇടതുപക്ഷമാണ് അവിടെ വിജയിച്ചത്. CK സദാശിവനാണ് അവിടെ വിജയിച്ചത്. 67,409 വോട്ടുകൾ അദ്ദേഹം അവിടെ നേടിയിട്ടുണ്ടായിരുന്നു. 48% വോട്ടുകൾ. അവിടെ INC അന്ന് എം മുരളിയായിരുന്നു അവിടെ നിന്നത്. 66,000 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്, 47% വോട്ടുകൾ. BJP TU നൗഷാദാണ് അവിടെ നിന്നത്. 3083 വോട്ടുകളാണ് അദ്ദേഹം അവിടെ നേടിയത്, 2% വോട്ടുകൾ. ഇത് 2016 വരുമ്പോഴത്തേക്കും അവിടെ ഇടതുപക്ഷമാണ് വിജയിച്ചത്. പ്രദീപയാണ് അവിടെ വിജയിച്ചത്. 72,956 വോട്ടുകൾ നേടി, 46% വോട്ടുകൾ. INC അവിടെ M ലിജു 61,000 വോട്ടുകൾ. BDJS സ്ഥാനാർത്ഥി ഷാജി M പണിക്കർ 20,000 വോട്ടുകൾ അന്ന് അവിടെ നേടി, 12% വോട്ടുകൾ നേടി. ഇടതുപക്ഷം തന്നെയാണ് അവിടെ വിജയിച്ചത്. അവിടെ 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും CPIM തന്നെയാണ്, പ്രതിഭയാണ് അവിടെ വിജയിച്ചത്. 77,000 വോട്ടുകൾ നേടി, 47% വോട്ടുകൾ നേടി. INC അവിടെ അരിത ബാബുവാണ് അവിടെ നിന്നത്. 71,050 വോട്ടുകൾ നേടി, 44% വോട്ടുകളാണ് നേടിയത്. BDJS പ്രദീപ് ലാലാണ് നിന്നത്. 11,413 വോട്ടുകളാണ് നേടിയത്. ഇവിടെ ഇടതുപക്ഷ കോട്ട എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അവിടെ വിജയിച്ചിട്ടുള്ളത് ഇടതുപക്ഷം തന്നെയാണ്. 2011, 2016, 2021 കണക്കായാലും ഒക്കെ തന്നെയും ഇടതുപക്ഷം തന്നെയാണ് അവിടെ തുടരെ വിജയിച്ചു കൊണ്ടുവരുന്നത്. ഇവിടെ ഇനി 2026 ഒരു മാറ്റം സംഭവിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. BJPയുടെ വളർച്ച അവിടെ എത്രത്തോളം ബാധിക്കുമെന്നുള്ള ചോദ്യം. ഇത് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കണക്ക് നോക്കേണ്ടത് അനിവാര്യമാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ്റെ വരവോടുകൂടി കായംകുളത്തെ ചിത്രം മാറി മറിഞ്ഞിട്ടുണ്ടായിരുന്നു. കായംകുളം എന്നല്ല, ആലപ്പുഴയിലെ ഒരു മൊത്തത്തിലുള്ള ചിത്രം മാറി മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വോട്ട് മുന്നേറ്റം വളരെ വലിയ തോതിൽ BJPക്ക് അനുകൂലമായി മാറിയിട്ടുണ്ടായിരുന്നു. പലയിടങ്ങളിലും കടുത്ത പോരാട്ടം നടത്താനായിട്ട് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടുണ്ട്. കായംകുളം നോക്കിക്കഴിഞ്ഞാൽ കായംകുളത്ത് ഇടതുപക്ഷം 3-ാം സ്ഥാനത്ത് പോവുകയും BJP UDFന് തൊട്ട് പിന്നിൽ വരികയും ചെയ്തു. അതായത് വെറും 1000 വോട്ടുകൾക്ക് പിന്നിലായിരുന്നു 2-ാം സ്ഥാനത്തെത്തിയ ശോഭാ സുരേന്ദ്രൻ. തൊട്ടു മുന്നിൽ നിൽക്കുന്നത് വേണുഗോപാലായിരുന്നു. കായംകുളത്ത് വേണുഗോപാലിൻ്റെ നിന്നും വെറും 1000 വോട്ടുകൾക്കായിരുന്നു അവിടെ ശോഭാ സുരേന്ദ്രൻ 2-ാം സ്ഥാനത്തെത്തിയത്. അവിടെ 3-ാം സ്ഥാനത്തേക്ക് ഇടതുപക്ഷം പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ് ഞെട്ടിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. കായംകുളം പോലുള്ള ഒരു സ്ഥലത്ത് ഇവിടെയാണ് 2026 എന്ത് അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാനായി ഉള്ളതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവിടെ പല അട്ടിമറികളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളൊരു കാര്യം, ഇടതുപക്ഷത്തിന് അട്ടിപ്പതറുമെന്ന് തന്നെയാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും UDFന് ഒരു നേട്ടമുണ്ടാകുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതായത് UDF വോട്ട് കൂടും, ഇടതുപക്ഷ വോട്ടുകൾ
കുറയുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. BJP വോട്ടുകൾ കൂടാനാണ് സാധ്യത. അതായത് അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ BDJS ആണ് മത്സരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ പറയുന്ന LDFനും UDFനും വോട്ട് കൂടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു. അതേസമയം അവിടെ ഒരു BJP സ്ഥാനാർത്ഥി അതോടൊപ്പം തന്നെ ഈ പറയുന്ന തോതിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ ആദ്യം മത്സരിക്കുമെന്നൊക്കെ തന്നെയുള്ള ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നിലവിലത്തെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിട്ട് കാര്യങ്ങൾ മാറി. അവിടെ ഒരു BJP പ്രമുഖ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമാണ്. അതല്ല അവിടെ BDJSന് BJP സീറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടമായി മാറാനായിട്ടുള്ള സാധ്യത ആവത്തില്ല. അവിടെ UDF LDF പോരാട്ടമായി തന്നെ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അതേസമയം BJP അവിടെ മത്സരിച്ച് ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിക്കൊണ്ട് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ വോട്ടുകൾ വളരെ വലിയ തോതിൽ മാറ്റം സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അത് ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറും, ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറും. മറിച്ച് അവിടെ ഒരു BDJS സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു LDF UDF പോരാട്ടമായി മാറുമെന്നുള്ളത് വ്യക്തമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു മുൻതൂക്കം കാണുന്നത് UDFനാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അത് തീർച്ചയായിട്ടും UDFന് ഒരു മേൽക്കൈ നൽകുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. സ്ഥാനാർത്ഥി നിർണയം ഒഫീഷ്യലായിട്ട് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം UDFന് തന്നെയാണ് കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷ കോട്ട 2026 ഇളകാനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അതായത് UDFന് വിജയസാധ്യത നേരിയ തോതിൽ കൂടുതലായി കാണുന്നു. ഇടതുപക്ഷത്തിന് അവിടെ സീറ്റ് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നു. അവിടെ BDJS ആണ് മത്സരിക്കുന്നതെങ്കിൽ BJPക്ക് വലിയ തോതിലുള്ള ഒരു നേട്ടം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല. പകരം അവിടെ BJP ആണ് മത്സരിക്കുന്നതെങ്കിൽ അതും നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ശോഭയ്ക്ക് സാധിച്ചേനെ. അതല്ല ഇനി മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ വന്ന് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ BJP ഒരു പ്രമുഖ സ്ഥാനാർത്ഥി തന്നെ കായംകുളത്ത് മത്സരിക്കാനായിട്ട് തയ്യാറാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയാൽ അവിടെ തീർച്ചയായിട്ടും ഒരു വോട്ട് മുന്നേറ്റം നടത്താനായിട്ട് BJPക്ക് സാധിക്കും. വിജയപരാജയങ്ങൾ മാറി മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ UDFന് തന്നെയാണ് മുൻതൂക്കം കാണുന്നത്. നേരിയ തോതിൽ ഇടതുപക്ഷം കോട്ടയിൽ ഒരു വിള്ളലുണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് 2026 കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇതൊക്കെ തന്നെ ഒരു സർവേ റിസൾട്ട് മാത്രമാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പ് ബാക്കി നിൽക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ അതിനുള്ളിൽ പലതരം അട്ടിമറികളും സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയം കൂടി കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പല വമ്പൻ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. എന്തായാലും അവിടെ ഒരു മാറ്റം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത്. അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുമോ അതല്ല വലതുപക്ഷത്തിന് അനുകൂലമാകുമോ BJPക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ കണക്ക് പ്രമുഖ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് BDJSന് സീറ്റ് കൊടുക്കാതെ BJP തന്നെ ഡയറക്റ്റായിട്ട് മത്സരിച്ചുകൊണ്ട് അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും സർവേ റിസൾട്ട് പോലെ കാര്യങ്ങളാണെങ്കിൽ അവിടെ UDFന് മുന്നേറ്റം കാണുന്നു. അവിടെ LDFന് ഒരു തിരിച്ചടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. പക്ഷേ കാത്തിരുന്ന് തന്നെ കാണണം. യഥാർത്ഥ ജനവിധി എന്താണ് എന്നറിയാനായിട്ട് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. UDF ആ സീറ്റ് അട്ടിമറിക്കപ്പെടുമോ അതല്ല LDF ആ സീറ്റ് നിലനിർത്തുമോ? BJP സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം.